മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷയായിരുന്ന ഒരു സ്ഥാപനം സർക്കാർ വകുപ്പുകളുടെ അനാസ്ഥയിൽ ഇല്ലാതാവുകയാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് സ്വകാര്യ വ്യക്തി സർക്കാരിന് കൈമാറിയ ഭൂമിയും ബഹുനില കെട്ടിടവും ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിട്ടും ഒരു നടപടിയുമില്ല. കെട്ടിടം നവീകരിക്കാൻ ഓരോ വർഷവും ചെലവാക്കുന്നത് 40 ലക്ഷത്തോളം രൂപയാണ്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ് വാർത്തയോടെ ഹാപ്പനിംഗ് അവേഴ്സിന്റെ ഈ മണിക്കൂർ പൂർത്തിയാവുകയാണ്. അടുത്ത മണിക്കൂറിൽ സ്വാതി ചേരും. നമസ്കാരം. കോഴിക്കോട് മാവൂരിനടുത്ത് ഒരു വനിതാ ഡോക്ടർ അർബുദ രോഗികളെ സഹായിക്കാൻ തുടങ്ങിയ ഒരു സ്വപ്ന പദ്ധതിയാണ് നമുക്ക് പിന്നിലുള്ള ഈ പദ്ധതി. എന്നാൽ 1.5 പതിറ്റാണ്ടിന് മുമ്പ് സർക്കാരിന് കൈമാറിയിട്ടും ഈ പദ്ധതി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം തുടങ്ങിയിരുന്നെങ്കിൽ മലബാറിലെ തന്നെ ആദ്യത്തെ ക്യാൻസർ ഗവേഷണ കേന്ദ്രമായി മാറാമായിരുന്ന ഒരു പദ്ധതിയാണ് കാട് പിടിച്ച് നമുക്ക് പുറകിൽ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്നത്. മലബാർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഡോക്ടർ അഫ്സദ് ഖാദർ കുട്ടിയാണ് കോഴിക്കോട് മാവൂർ തെങ്ങിലക്കടവിൽ ഈ സ്ഥാപനം ആരംഭിച്ചത്. 23 വർഷങ്ങൾക്ക് മുൻപ് സാധാരണക്കാരായ അർബുദ രോഗികൾക്ക് മികച്ച ചികിത്സാ സഹായം എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ലക്ഷ്യം സാധ്യമാകാതെ വന്നതോടെ 6.5 ഏക്കർ സ്ഥലവും ബഹുനില കെട്ടിടവും 15 വർഷം മുൻപ് സർക്കാരിന് സൗജന്യമായി കൈമാറുകയായിരുന്നു. മാറി മാറി വരുന്ന സർക്കാരുകൾ, ഒരു സർക്കാർ പോലും ഇതിന് വേണ്ട, അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്നു, അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നു, അതിനുശേഷം വീണ്ടും പിണറായി ഗവൺമെന്റ് 2 തവണ വന്നു. പക്ഷെ അവർക്കൊന്നും ഇതിന്റെ ഒരു പുരോഗതിക്ക്, ഇതിന്റെ ഒരു പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ വേണ്ടി ഒരു കുടുംബം നൽകിയ ഈ 6.5 ഏക്കറും ഈ ബിൽഡിങ്ങും ഒരു പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അവർക്ക് സഹായിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ ഒരു ഗവൺമെന്റിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. 30 വർഷത്തേക്ക് മലബാർ ക്യാൻസർ സെന്ററിന് കൈമാറി ക്യാൻസർ സബ് സെന്റർ സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യം സർക്കാർ ലക്ഷ്യമിട്ടത്. പിന്നീട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ക്യാൻസർ സ്ക്രീനിംഗ് സെന്റർ സ്ഥാപിക്കുന്നതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കൈമാറി. പക്ഷേ ഒന്നും നടന്നില്ല. സർക്കാർ ഏറ്റെടുത്ത ശേഷം ഇതൊരു വെള്ളാന മാത്രമാണ്. 40 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും നവീകരണത്തിനായി ചെലവാക്കുന്നതെന്നാണ് കണക്കുകൾ. ഇതിനുമായി ബന്ധപ്പെട്ട് ഒന്നും സർക്കാർ ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് വർക്ക് നടത്തും, ഇത് പൂട്ടിക്കിടക്കുമെന്നല്ലാണ്ട് ഒരു കാര്യവും സർക്കാർ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടില്ല. ഞങ്ങൾ നിരന്തരമായി ഇതിന്റെ സർക്കാരുകൾക്ക് മുമ്പിൽ നിരന്തരമായി ഇതിന്റെ പരാതികളും ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റിന് മുന്നിലൊക്കെ ഇതിന്റെ പരാതിയുമായി പോയതാണ്. അവർക്ക് വേണ്ടായ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അത് ആത്യന്തികമായി തീരുമാനമെടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഇത് സാധിക്കുക. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുമായിരുന്ന ക്യാൻസർ ചികിത്സാ കേന്ദ്രമാക്കി മാറ്റാൻ എന്തായിരുന്നു സാങ്കേതിക തടസ്സം എന്നതാണ് ചോദ്യം. ഏതോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അട്ടിമറിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ബലമായ സംശയമുണ്ട്. വീണ്ടും 1 കോടി രൂപ ചെലവഴിച്ചിട്ട് അതിന്റെ എല്ലാ റിപ്പയറിങ്ങും, എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി റിപ്പയറിങ് ചെയ്തിട്ട് വീണ്ടും അവിടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനം പ്രവർത്തിച്ചാലല്ലേ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുള്ളൂ. ഏറ്റവും ഒടുവിലായി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ക്യാൻസർ സൊസൈറ്റിക്ക് സ്ഥാപനം പാട്ടത്തിന് നൽകാൻ സ്ഥലം റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതായാണ് റവന്യൂ മന്ത്രി സഭയിൽ നൽകിയ ഉറപ്പ്. GORT 1812/2010 ഉത്തരവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ഉത്തരവും റദ്ദു ചെയ്യണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രസ്തുത പ്രപ്പോസൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അന്തിമ റിപ്പോർട്ട് ഉടനെ തന്നെ ലഭ്യമാക്കി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. നടപടികൾ വേഗത്തിലാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ പല പദ്ധതികളിലേക്കുള്ള പേരുമാറ്റം മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ക്യാൻസർ സൊസൈറ്റി ഏറ്റെടുത്താൽ പോലും സ്ഥാപനം നവീകരിക്കാൻ 1.5 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്ക്. മികച്ച ഒരു അർബുദ ചികിത്സാ കേന്ദ്രം എന്ന മാവൂരുകാരുടെ സ്വപ്നം ഇപ്പോഴും കാട് പിടിച്ചു കിടക്കുകയാണ്. സൗജന്യമായി ഭൂമി ഉൾപ്പെടെ നൽകിയിട്ടും 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് പാവപ്പെട്ടവർക്ക് ഏറെ ഗുണകരമാവുന്ന ഈ പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാവൂർ തെങ്ങിലക്കടവിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.